നമസ്കാരം. കേരളത്തിലെ യുവജന കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അവരുടെ യുവജന കൂട്ടായ്മകൾ കൃത്യമായ സ്വാധീനം കേരള രാഷ്ട്രീയത്തിലും കേരള സമൂഹത്തിലും ചെലുത്താറുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് അവരുടെ യൂത്ത് കോൺഗ്രസ് എന്നറിയപ്പെടുന്ന ഒരു യുവാക്കളുടെ കൂട്ടായ്മയുണ്ട്, അല്ലെങ്കിൽ യുവാക്കളുടെ സംഘടനയുണ്ട്. ഇത്തരത്തിൽ ABVPക്കാണെങ്കിലും ലീഗിനാണെങ്കിൽ യൂത്ത് ലീഗ്, അങ്ങനെ CPMനാണെന്നുണ്ടെങ്കിൽ അത് DYFI, ഇത്തരത്തിൽ കൃത്യമായി സ്വാധീനങ്ങളുള്ള യുവാക്കളുടെ കൂട്ടായ്മയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എക്കാലത്ത് കൃത്യമായ രാഷ്ട്രീയ ചലനങ്ങൾ കേരളൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ചെലുത്താറുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്ത എന്നറിയപ്പെടുന്നത് DYFIയുടെ തലപ്പത്തോട്ടുള്ള അടുത്ത ആൾ ആരായിരിക്കും എന്നുള്ള വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ആകാംക്ഷയോടെ എല്ലാവരും കാത്തു നിൽക്കുന്നത് DYFIയുടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും മുതിർന്ന സ്ഥാനത്തോട്ട് ആരായിരിക്കും അടുത്തതായി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം DYFIയുടെ 16ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 19 മുതൽ 22 വരെ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ദിനത്തിൽ കൃത്യമായിട്ടും അടുത്ത DYFIയുടെ നേതാവ് ആരായിരിക്കും എന്നുള്ള വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ കൂടി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ DYFIയുടെ ഭരണഘടന പ്രകാരം ഭാരവാഹികളുടെ ഉയർന്ന പ്രായപരിധി, നിലവിൽ പ്രായപരിധി എന്നറിയപ്പെടുന്നത് 40 വയസ്സാണ്. നമ്മുടെ നിലവിൽ മുമ്പ് ആയിരുന്ന റഹീം ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഭാരവാഹികളായത് 40ാം വയസ്സിലായിരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി അതിനുണ്ട്. എന്നാൽ ഇത് 38 ആക്കി നിജസ്ഥിതിപ്പെടുത്താൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഫ്രാക്ഷൻ യോഗത്തിൽ നിർദ്ദേശം നൽകിയതാണ് നിലവിലെ ഏറ്റവും വലിയ പൊട്ടിത്തെറിക്കും വിയോജിപ്പുകൾക്കും കാരണമാകുന്നത്. കാരണം അദ്ദേഹം ആരോടും ചോദിക്കാതെ, സെക്രട്ടേറിയറ്റിന് യാതൊരുവിധ അറിവുമില്ലാണ്ട്, CPM സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ CPMൻ്റെ മറ്റ് നേതാക്കന്മാരോ ആരോടും അറിയാതെ, കൂടിയാലോചിക്കാതെ, ഔദ്യോഗിക തീരുമാനമില്ലാതെ MV ഗോവിന്ദൻ ഫ്രാക്ഷൻ യോഗത്തിൽ ഈ തീരുമാനം സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തു, അത് നടപ്പിലാക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് വരുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം അപ്പോൾ ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം ഒരു നിര യുവാക്കൾ CPMനുള്ളിലുണ്ട്, പ്രത്യേകിച്ച് DYFIക്കുള്ളിലുണ്ട്. അതുകൊണ്ട് ആരെ ആക്കണം എന്നുള്ള കാര്യം അവിടെ വലിയ തരത്തിൽ ചോദ്യചിഹ്നം നടക്കും. അതിനിടയിലാണ് ഈ ഒരു പ്രായപരിധി കൊണ്ടുവന്ന് പല നേതാക്കന്മാരെയും MV ഗോവിന്ദൻ, അദ്ദേഹം ഓൾറെഡി ഈ പറഞ്ഞ പോലെ തളിപ്പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിർത്തി അതിൻ്റെ വലിയ തരത്തിൽ വിമർശനം നേടിയതാണ്. ഇപ്പോൾ രണ്ടാമത് ചിന്താ ജെറോമിനെ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് MV ഗോവിന്ദൻ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ള വലിയ തരത്തിലുള്ള വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്താ ജെറോമിനെ ഇത്തരത്തിൽ പ്രസിഡന്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ നിർദ്ദേശം നടപ്പിലാക്കാൻ ചിന്താ ജെറോമിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ DYFIയുടെ ആദ്യ വനിതാ സംസ്ഥാന പ്രസിഡന്റായി ചിന്താ ജെറോം മാറും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. മാത്രമല്ല, ചിന്തയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് പ്രായപരിധി വെട്ടിക്കുറക്കുന്നത് എന്നുള്ള തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ തന്നെ യുവജന വിഭാഗത്തിനിടയിലും DYFIക്കിടയിലും കൃത്യമായി MV ഗോവിന്ദനെതിരെ ഉന്നയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പുറത്തു വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, ചില നേതാക്കന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള MV ഗോവിന്ദൻ്റെ മനഃപൂർവ്വമുള്ള കളിയാണ് എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇതിന് പ്രധാനപ്പെട്ട കാരണം 38 വയസ്സിന് മുകളിലുള്ള തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി M ഷിജു ഖാൻ, അതുപോലെ തന്നെ M ഷാജർ തുടങ്ങിയ ഒരുപാട് നേതാക്കളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള നേതാക്കളെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഈ ഒരു നീക്കമെന്നും MV ഗോവിന്ദനെതിരെ പരസ്യമായി വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ പുതിയ നേതൃത്വ പാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിന്താ ജെറോമിനെ പുതിയ MV ഗോവിന്ദൻ ഒരു ഐഡിയ പ്രകാരം ആരായിരിക്കും അടുത്ത പ്രസിഡന്റ്, അല്ലെങ്കിൽ ആരായിരിക്കണം ഇനി വരാൻ പോകുന്ന DYFIയെ നയിക്കേണ്ടതെന്നുള്ള അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ ഒരു പാനലുണ്ട്. അതിൻ്റെ പാനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ചിന്താ ജെറോമിനെ പ്രസിഡൻ്റായും അതുപോലെ തന്നെ കല്യാശ്ശേരിയിൽ നിന്നുള്ള വിജിനെ സെക്രട്ടറിയായും ആലപ്പുഴയിൽ നിന്നുള്ള രാഹുലിനെ ട്രഷററായും പരിഗണിക്കുന്ന ഒരു പ്രത്യേക പാനലാണ് MV ഗോവിന്ദൻ അവതരിപ്പിച്ചത് എന്നുള്ള വാർത്തയൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ നേതാക്കന്മാരുടെ കടുത്ത എതിർപ്പ് രംഗത്ത് വന്നു എന്നുള്ളതാണ്. 38 വയസ്സ് എന്ന നിബന്ധന അംഗീകരിക്കാൻ കഴിയില്ലെന്നും, നേതാക്കൾക്ക് താല്പര്യമില്ലാത്തവരെ ഒഴിവാക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്നും കാണിച്ച് ഫ്രാക്ഷൻ യോഗത്തിൽ തന്നെ ചില നേതാക്കന്മാർ പരസ്യമായി തുറന്നടിച്ച് പറഞ്ഞു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അപ്പം DYFIയുടെ പ്രസിഡന്റ് ആരാകും എന്നുള്ള വിഷയത്തിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ കണ്ണൂർ വിഭാഗം ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, CPMൻ്റെ എക്കാലത്തെയും ഉരുക്കുകോട്ട അത് കണ്ണൂരാണ്. കണ്ണൂർ CPMനെ പലപ്പോഴും പറയപ്പെടാറുള്ളത് CPM എന്ന് പറഞ്ഞാൽ കണ്ണൂർ ലോബിയാണ് എന്നുള്ളതാണ്. അതിപ്പോൾ പിണറായി വിജയനായാലും MV ഗോവിന്ദനായാലും P ജയരാജനായാലും ഒട്ടുമിക്ക നേതാക്കന്മാരും കണ്ണൂരിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ CPMനെ അറിയപ്പെടുന്നത് തന്നെ കണ്ണൂർ പാർട്ടി എന്നുള്ള രീതിയിലാണ്. CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങളുള്ളതും കണ്ണൂരിലാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ വിഭാഗത്തെ എതിർത്തുകൊണ്ട് MV ഗോവിന്ദൻ ഈ ഒരു നിയമം പാസ്സാക്കി കൊണ്ടുവരാൻ
തൃശ്ശൂരിലെ യോഗത്തിൽ സാധിക്കുമോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത് വലിയ തരത്തിൽ പ്രശ്നമാകും എന്നുള്ളത് ഉറപ്പാണ്. സമാനമായ മുൻ അനുഭവം 2018 ഭാരവാഹികളുടെ പ്രായപരിധി 37 കുറയ്ക്കാൻ അന്ന് ഫ്രാക്ഷൻ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ അന്ന് വലിയ തരത്തിലുള്ള വിയോജിപ്പ് ഇതിനെതിരെ ഉണ്ടാവുകയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇടപെട്ട് ഈ തീരുമാനം പിന്നീട് പിൻവലിക്കുന്നൊരു കാര്യം നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതിനു മുമ്പും പലതരത്തിലുള്ള നേതാക്കന്മാരെ വെട്ടിയില്ലാണ്ടാക്കാൻ CPM-നുള്ളിൽ പലപ്പോഴായിട്ട് പല കാലഘട്ടങ്ങളിലായിട്ട് പല സമയങ്ങളിലായി നടന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും 2026 എത്തുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻ യോഗത്തിൽ ഇത്തരത്തിലുള്ള DYFIക്കുള്ളിൽ ചിന്താ ജെറോമിനെ കൊണ്ടുവരാൻ നോക്കുന്നു. ചിന്താ ജെറോമിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. പല നേതാക്കന്മാർക്കും അല്ലെങ്കിൽ പല പ്രേക്ഷകർക്കും കൃത്യമായിട്ട് അറിയാം ആരാണ് ചിന്താ ജെറോം എന്നുള്ളതും. ഒരുപാട് വിവാദങ്ങളിൽ കൊണ്ടുപോയിപ്പെട്ട രണ്ട് യുവജന CPM എന്ന് പറയുന്ന DYFIയുടെ യുവജന കൂട്ടായ്മ ഇത്രത്തോളം ഫേമസ് ആക്കിയ രണ്ട് സ്ത്രീകളാണുള്ളത്. ഒന്ന് ചിന്താ ജെറോം, മറ്റൊന്ന് ആര്യ രാജേന്ദ്രൻ. അപ്പം ഇത്തരത്തിൽ CPM എന്തിനേറെ പറയുന്നു, മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം പറഞ്ഞത് എൻ്റെ കാറിൽ കയറി കഴിഞ്ഞാൽ വലിയ തരത്തിൽ പ്രശ്നമാകും എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് DYFIക്കുള്ളിൽ വലിയ തരത്തിൽ പൊട്ടിത്തെറി നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. എന്തായാലും മുമ്പ് സംഭവിച്ചതുപോലെ CPM ഏറ്റവും അവസാനം ഇതിൽ നിന്നും പിന്തിരിയുമോ, പാർട്ടി ഇടപെടുമോ, അല്ലെങ്കിൽ MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യ പ്രകാരം വീണ്ടും ചിന്താ ജെറോമിനെ കൊണ്ടുവരുമോ, പിണറായി വിജയൻ ഈ എന്ത് കാര്യം പറയും, അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കാത്തിരിക്കുന്ന ഒന്നാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം എന്തായിരിക്കും CPM-ൻ്റെയും DYFIയുടെയും ഒക്കെ പുതിയ നേതാക്കന്മാർ ആരായിരിക്കും എന്നുള്ളത്.